എ.കെ. ആന്റണിയുടെ മകനു പിന്നാലെ കെ. കരുണാകരൻ്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാലും ബി.ജെ.പിയിലേക്ക്. ഇനി ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നാണ് ബി.ജെ.പിയിൽ ചേരുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. പത്മജ ബി.ജെ.പിയിൽ ചേരുമെന്ന് ഒരു ചാനൽ പുറത്തുവിട്ട വാർത്ത നിഷേധിച്ച് മണിക്കൂറുകൾക്കകമാണ് ബി.ജെ.പിയിൽ ചേരുന്നുവെന്ന് സ്ഥിരീകരണമായത്. ചാനൽ വാർത്ത നിഷേധിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പത്മജ പിൻവലിച്ചു. ഇന്നലെ ഡൽഹിയിലെത്തിയ പത്മജ ഇന്ന് ബി.ജെ.പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കും. കുറച്ച് നാളുകളായി കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കടുത്ത അവഗണനയാണ് ഉണ്ടാകുന്നതെന്നാണ് പത്മജ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. ബി.ജെ.പിയിലേക്ക് പോകുമെന്ന സൂചനയും അവർക്ക് നൽകിയിരുന്നു. ബി.ജെ.പിയിൽ നിന്ന് രാജ്യസഭാ സീറ്റും പാർട്ടിയിൽ വലിയ പദവിയും വാഗ്ദാനം ലഭിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. 3 കാര്യങ്ങൾ പറഞ്ഞാണ് കോൺഗ്രസിൽ നിന്നും പത്മജ പോകുന്നത്. 1, കരുണാകരൻ സ്മാരകത്തിൻ്റെ നിർമ്മാണം ഇഴയുന്നു. അത് വലിയ സംഭവമാണ്. രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം നിരാകരിച്ചു. തൃശ്ശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഈ 3 കാര്യങ്ങളും ഒരു കാരണമേ അല്ല. അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് മനസ്സിലാകും. വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് പറയുന്നുവെന്ന് മാത്രം. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ദേശീയതയുടെ ഭാഗമാകാൻ പത്മജ വേണുഗോപാൽ തീരുമാനിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ. കരുണാകരൻ്റെ മകൾ എന്നല്ലാതെ വേറെ എന്ത് വിശേഷണമാണ് പത്മജയ്ക്ക് പറയാനുള്ളത്? കൂടെ കൊണ്ടുപോകാൻ ഒരു പ്രവർത്തകനെയെങ്കിലും കിട്ടുമോ? ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെയും മാലിന്യങ്ങളെയുമാണ് ബി.ജെ.പിക്കും വേണ്ടത്. ഇവർ ബി.ജെ.പിയിൽ ചേരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ കളം മാറിമറിയുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അത് കോൺഗ്രസിനേൽക്കുന്ന കനത്ത തിരിച്ചടിയാകുമെന്നും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. അങ്ങനെ സ്വപ്നം കാണാമെന്നല്ലാതെ ഒരു ചുക്കും സംഭവിക്കില്ല. ചാണകസംഖ്യകൾ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഈ മാലിന്യങ്ങളെയൊക്കെ എടുത്ത് കോരിയിടുന്നത്. PC ജോർജും മകനും പിന്നാലെ ഈ മാലിന്യവും എടുത്ത് കുട്ടയിലിട്ടു. അവിടെ കിടന്ന് ദുർഗന്ധം വമിക്കും. ജോർജ് മകനും അഴുകി തുടങ്ങി. പോയിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. കോൺഗ്രസിൽ ഇത്തവണ രാജ്യസഭാ സീറ്റ് തനിക്ക് കിട്ടുമെന്ന് പത്മജ കരുതിയിരുന്നു. എന്നാൽ 3ാം സീറ്റ് ചർച്ചയിൽ അത് മുസ്ലിം ലീഗിന് പോയി. ലീഗിൻ്റെ ശക്തി ചർച്ചയാക്കിയത് പത്മജയുടെ ചേട്ടൻ മുരളീധരനായിരുന്നു. ഇതോടെയാണ് ലീഗ് നിലപാട് ഘടിപ്പിച്ചത്. ഇതെല്ലാം പത്മജയെ ക്ഷോഭിച്ചത്രേ. സുരേഷ് ഗോപിയും ഇടപെടൽ നടത്തിയത്രേ. കേൾക്കുന്ന വിവരങ്ങളാണ്. സുരേഷ് ഗോപി പറഞ്ഞിട്ടാണ് പത്മജ ഡൽഹിയിൽ പോയതും ബി.ജെ.പി അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. നിലവിൽ മലയാളികളായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലെത്തിയ ബി.ജെ.പിക്കാരുടെ കാലാവധി ഏകദേശം തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജ്യസഭ വാഗ്ദാനം ചെയ്തത്. താമസിയാതെ തന്നെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. സുരേഷ് ഗോപിയാണ് ഈ ഉറപ്പ് നിലവിൽ പത്മജയ്ക്ക് നൽകിയത്. ഇനി അച്ചു ഉമ്മൻ്റെ ഊഴമാണ്. ബി.ജെ.പി വാതിൽ തുറന്നു കഴിഞ്ഞു. രാജ്യസഭയും മന്ത്രിസ്ഥാനവും ഉറപ്പെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും അച്ചു ഉമ്മൻ ഇനി എന്ന് ബോധം തെളിയുമോ ആവോ.